ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ്. പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പി കെ കപ്പിൾസിൻ്റെ ലേശം ക്ഷീണമായിട്ടിരിക്കുകയാണ്, വയ്യാതിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കും മഞ്ജു ചേച്ചിക്കും അല്ലെങ്കിൽ ചേട്ടനും നിരീക്ഷണം ഒക്കെ വയ്യാതിരിക്കുകയാണ്. അമ്മയ്ക്കും അച്ഛനൊക്കെ വന്ന് മാറിപ്പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പാറുമോൾക്ക് ഞാൻ ടിഫിനും ലഞ്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ചേച്ചിക്ക് ഇന്നലെ കെടുക്കുമ്പോൾ വയ്യാന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അടുക്കളയ്ക്ക് കയറാന്ന് വെച്ചാൽ ഇന്ന് കാലത്ത് കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, പനിക്കാൻ പോണ പോലെയൊക്കെ തോന്നാം. ശരീരം ഭയങ്കരമായിട്ട് കഴിക്കുക. 2 ദിവസമായിട്ട് ശരീരം നന്നായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സെറഡോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ എൻ്റെ ഒട്ടും വയ്യായിരുന്നു. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചായ വെക്കണം. കട്ടൻ ചായ ഫ്ലാസ്കിലേക്ക് തിളപ്പിക്കാൻ വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 2 പാത്രത്തിൽ, ഒരു പാത്രത്തിൽ ചൂടുവെള്ളം, ഒരു പാത്രത്തിൽ ചായയും വേണം. ഫ്ലാസ്ക് കഴുകാനുള്ള വെള്ളമാണ് ചൂടുവെള്ളം കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ എനിക്ക് ഇന്നലെ കിടക്കുമ്പോൾ തൊട്ടേ ഒരു സുഖക്കുറവ് പോലെ തോന്നിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ചായക്കുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്നും കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മളിങ്ങനെ ഫ്ലാസ്കിൽ കട്ടൻ ചായ തിളപ്പിച്ച് വയ്ക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് തിളപ്പിച്ച് കുടിക്കേണ്ട ആവശ്യം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഇത്ര പേരുള്ളതുകൊണ്ട് തന്നെ അതെന്തായാലും മുതലാവില്ല. അപ്പോൾ നമ്മൾ കട്ടൻ ചായ ഇങ്ങനെ തിളപ്പിച്ച് വയ്ക്കുമ്പോൾ ഓരോരുത്തർക്കായിട്ട് എടുത്ത് കുടിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് കുക്കറിലിടാൻ പോവാം കേട്ടോ. പിന്നെ നമ്മൾക്ക് ലഞ്ചായിട്ട് മസാല ദോശയും ചമ്മന്തിയും, പിന്നെ അതേപോലെ തന്നെ ടിഫിനായിട്ട് കൊടുത്തയക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ് കൊടുത്തയക്കാൻ പോകുന്നത്. നമ്മുടെ കണ്ണച്ചൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ സോസ് ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധൈര്യമായിട്ട് കുറേ സോസ് ഒഴിച്ച് കൊടുത്തയക്കാം. പിന്നെ അച്ഛനും അമ്മയും വീട്ടിലില്ല. അച്ഛനും അമ്മയും അത്യാവശ്യമായിട്ട് കാലത്ത് തന്നെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയും ഞാൻ വിളിക്കേണ്ടെന്ന് വിചാരിച്ചോളൂ, കിടന്നോട്ടെ വിചാരിച്ചു. എന്തായാലും വയ്യല്ലോ, അപ്പോൾ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കുക്കറിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ആദ്യം പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കല്ലുപ്പാണ് ഇതിലിടുന്നത്. അപ്പം ഞാൻ വെക്കുന്ന പോലെ ആയിരിക്കില്ല ഇതിൽ പലരും മസാല ദോശ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കാറ് കേട്ടോ. അതാണ് ഇപ്പോൾ കാണിക്കാൻ പോണത്. അപ്പം ഞാൻ എന്തായാലും കുറച്ചെടുത്തിട്ടുള്ളൂ, കാരണം അച്ഛനും അമ്മയും ഇല്ല. പിന്നെ കുറേ മസാല ഉണ്ടാക്കി വെച്ച് വെറുതെ വേസ്റ്റ് ആവില്ലേ. എനിക്കറിയില്ല. ഗ്യാസ് ഉണ്ട് വയറ്റില്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കി പറയേ. അപ്പൊ ഇന്ന് ഞാൻ കലവറാക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ 8 മണിക്ക് ഇരിക്കാന്ന് വിചാരിച്ചാൽ, പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ തലേ ദിവസം ഇത്തിരി അധികം നേരത്തെ പോയി കിടന്നിട്ട് 9 മണി വരെ ഉറങ്ങി. അപ്പൊ ഇന്ന് വെളുപ്പിന് ഇങ്ങനെ CFL ഇട്ട പോലെ ഇങ്ങനെ ഉറങ്ങും. 7 മണിക്ക് യുദ്ധ സമയം, 7 മണിയിൽ 8 മണിക്ക് എങ്ങനെയാണ് സൂചി പോണത്? ഗ്യാസ് തീർന്നത് എങ്ങനെ പറഞ്ഞ നമ്മള് എപ്പോഴെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും നമുക്ക് 1 മണിക്കൂർ ഒന്നും ചെയ്യില്ല. മസാല ഉണ്ടാക്കണം, തക്കാളിയുടെ ചമ്മന്തി ഉണ്ടാക്കണം. പക്ഷേ നമ്മൾ ഈ വീഡിയോ വെച്ചിട്ട് പല ഷോട്ടുകള് ഈ സ്റ്റാൻഡ് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നേരം പോകും. എങ്ങനെയാണെന്ന് അറിയില്ല. ചേട്ടൻ വന്നിട്ടുണ്ട് ഗ്യാസ് മാറ്റി വെച്ചതായിട്ട്. 2 പേര് നല്ല സുഖാവസ്ഥയിലാണ്. എനിക്കൊരു 2 ദിവസമായി തുടങ്ങിയിട്ട് നല്ല ശരീരം. ചേച്ചിക്ക് നല്ല വൈകുന്നേരം തുടങ്ങിയതാണ് നല്ല സുഖാവസ്ഥ. മറ്റേതാ പയ്യെന്ന് പറയുന്ന പറ്റുമോ? കുട്ടികളെ നോക്കട്ടെ. എനിക്കറിയില്ല. എനിക്ക് അജോ നിഖിൽ ചേട്ടൻ വന്ന് ഗ്യാസൊക്കെ മാറ്റി വെച്ച് വന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ചായ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഗ്യാസ് കത്താത്തത്. എന്തായാലും നന്നായി കുക്കർ എടുത്ത് വെച്ചപ്പോഴായിട്ടാണ് കണ്ടത്. അപ്പം ഞാൻ ഇന്നലെ തന്നെ കോളിഫ്ലവറൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം രാവിലെ എന്തോ പണി കിട്ടാൻ വരുന്നുണ്ടെന്ന്. ഇന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ചു. കാരണം ഇനി നാളെ കാലത്ത് എനിക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സമയത്ത് ഇവര് വാശിയാണെങ്കിൽ എന്നെ വിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കൂല. അപ്പൊ ഇന്ന് തന്നെ ഇത് പിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കാൻ വിചാരിച്ചു. പിന്നെ നാളെ കാലത്ത് അപ്പൊ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചാൽ മതിയെന്ന് വിചാരിച്ചിട്ട് അപ്പൊ എന്തായാലും കഴുകാം. ഇത് കണ്ടിട്ട് അത്ര ഫ്രഷ് അല്ല, പക്ഷെ നമ്മുടെ അമ്മമാരൊക്കെ പറയില്ലേ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പുഴുവായിരിക്കും. ചിലപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് വാങ്ങിച്ചു തരാൻ പൈസ ഇല്ലാത്തോണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഇത് നിറച്ച് പുഴുവാണ്, ഇത് നന്നായിട്ട് കഴുകിയിട്ടൊക്കെ വേണം എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ നമ്മൾ പാർട്ടിക്കൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ ഇതിൽ കുഴപ്പമില്ല അമ്മ. അപ്പൊ അമ്മ പറയും അത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴായപ്പിന്നെ കുറച്ചും കൂടി ഒക്കെ വലുതായപ്പിന്നെ ഇനി കോളിഫ്ലവർ ഒക്കെ വാങ്ങിച്ചു തുടങ്ങിയിട്ടാണ്.
എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ കോളിഫ്ലവർ ഫ്രൈ കഴിക്കാനും പിന്നെ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോബി മഞ്ചൂരി കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഈ ഒരു ഐറ്റം പാർട്ടിക്ക് പോയിട്ടാണ് കൂടുതൽ കഴിച്ചിട്ടുള്ളത്. നമുക്ക് ഇത് എടുത്തു വെക്കാം. ഇതെങ്ങാനും നാളെയോ അല്ലെങ്കിൽ നാളെ വരുമ്പോഴൊക്കെ ആയാലും വീണ്ടും ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്കായാലും ചുമ്മാ ഫ്രൈ ചെയ്ത് കൊടുത്ത് നോക്കാം. ഇതിൽ നിന്ന് തന്നെ 2 വർഷം കൊടുത്ത് നോക്കാം കഴിക്കുന്നുണ്ടോയെന്ന്. കഴിക്കുന്നുണ്ടെങ്കിൽ സക്സസ്. പിന്നെ നമ്മുടെ പിള്ളേരായതുകൊണ്ട് പച്ചക്കറിയൊന്നും ഇഷ്ടമല്ല. എത്ര കൊടുത്താലും തീറ്റിപ്പിക്കാൻ ശ്രമിച്ചാലും ഫിഷ് ചിക്കൻ അത് സെറ്റായി നമ്മൾ കൊടുക്കാണ്ട് നല്ല ആദ്യം കഴിച്ചിരുന്നു. പിന്നെ ഒരു വകയായപ്പോൾ ഒരു സ്റ്റേജ് ആയിരുന്നു. പിന്നെ അവർക്ക് അതിനോടായി. ഉരുളക്കിഴങ്ങൊക്കെ എനിക്ക് ഉരുളക്കിഴങ്ങൊക്കെ തുപ്പിക്കളയും. അതിപ്പോൾ നമ്മുടെ ബീഫിലൊക്കെ ചിലപ്പോൾ വയ്ക്കില്ല, ചിക്കനിലൊക്കെ അത് കൊടുത്ത് കറക്റ്റായിട്ട് ആ പീസ് എടുത്തിട്ട് എങ്ങനെയാണ് തുപ്പിക്കളയെന്ന് എനിക്കറിയില്ല. നമ്മളപ്പോൾ അതിൻ്റെ പൂവ് സെപ്പറേറ്റ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. നന്നായി ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകി വയ്ക്കാം. പിറ്റേ ദിവസം എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതനുസരിച്ച് നമുക്കത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വീണ്ടും അതേപോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ഇതാക്കും കേട്ടോ, പുഴുങ്ങിയ പോലെ ആക്കും. എന്നിട്ടാണ് ഫ്രൈ ചെയ്യാറ്. അഞ്ചു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഡയറക്റ്റ് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നമുക്ക് കാലത്ത് നോക്കാം. അപ്പോൾ അതേ ഫ്രിഡ്ജിൽ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെ സക്സസ്. അടുത്തായിട്ട് ഞാൻ സവാളയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിട്ട് തോല് കളഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അതെനിക്ക് പെട്ടെന്നൊരു ബോധം പോയതാണ്. കാരണം ക്ടാവിന് പോകേണ്ട സമയത്തേക്ക് പിന്നെ നമുക്ക് വയ്യായ അല്ലെങ്കിൽ ക്ടാങ്ങൾ ആരെങ്കിലുമൊക്കെ കരഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ പിന്നെ എന്തായാലും ഈ ഒരു സമയം അപ്പം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വേഗം ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതേ ചേച്ചി അതെടുത്തിട്ട് അഞ്ചു അതെടുത്തിട്ട് റെഡിയാക്കാൻ പോവാണ്. ഞാൻ അപ്പോഴേക്ക് ഇന്നലൊക്കെ തോല് കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന സവാള എടുത്തിട്ട് അരിയാൻ നോക്കട്ടെ, നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഈ ഒരു മസാലയിലാണെങ്കിൽ പലരും കുറേ സാധനങ്ങൾ ചേർക്കും, ക്യാരറ്റ്, ബീട്രൂട്ട്. ഞാനപ്പോൾ അതൊന്നും ചേർക്കണില്ല, ജസ്റ്റ് ഉരുളക്കിഴങ്ങ് മാത്രമേ ചേർക്കണുള്ളൂ. ചേർക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഒരു സുഖമില്ല കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ പോട്ടേന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ കോളിഫ്ലവറിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും അതേപോലെ തന്നെ കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് ഇടുക, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ പിള്ളേരുടെ ഒരു എരിവിനനുസരിച്ചിട്ടാണ് ചേർത്താൽ മതി. ഇതൊക്കെ ഇട്ടിട്ട് കോൺഫ്ലവറും കൂടി ഇടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കോളിഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഭയങ്കരമായിട്ട് ലൂസാക്കി എടുക്കേണ്ട മാവ്, ഒരു ബജ്ജീര ഒരു ടൈപ്പ് നോക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അരിച്ചൊഴിച്ച് വയ്ക്കാം ഫ്ലാസ്കിലേക്ക് കേട്ടോ. അങ്ങനെയാണ് വെക്കാറ്, അല്ലാണ്ട് ഡയറക്റ്റ് അല്ല, അരിച്ചൊഴിച്ച് വയ്ക്കുക. പിന്നെ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നേനെ. അപ്പം അതും ഇതേപോലെ അതൊരു സ്റ്റീൽ പാത്രത്തിലാണ് നമ്മൾ അത് അതായത് പാൽ ചായ വെച്ചിട്ട് ഒഴിച്ച് വയ്ക്കാറ്, വേറെ ഫ്ലാസ്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യാണ് കോളിഫ്ലവർ ഇട്ട്. അപ്പോൾ കോളിഫ്ലവറിൻ്റെ പരിപാടി കഴിഞ്ഞു. മോളെ ഇവിടെ വന്ന് കിടന്നു വാ. സെറ്റായ നമ്മുടെ ദോശമാവിലേക്ക് ഉപ്പും അതുപോലെ തന്നെ ആവശ്യാനുസരണം വെള്ളവും ചേർത്തിട്ട് ദോശയുടെ ആ ഒരു മാവ് പോലാക്കി വെച്ചിട്ടുണ്ട്. കാരണം അത് പറയാൻ കാരണം ഇഡ്ഡലിക്കും ദോശയ്ക്കും 2 അളവാണല്ലോ എന്ന് വെച്ചിട്ട് പറഞ്ഞു കേട്ടോ. നേരത്തെ ഒഴിച്ച് വെച്ച ചായ ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശുക്കുട്ടനെ എനിക്ക് വന്നിട്ടുണ്ട്, അവന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാല വാട്ടാനുള്ള ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തോന്നൊന്ന് നോക്കട്ടെ. ചേച്ചിയാണെങ്കിൽ അവിടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അധികം ഭയങ്കരമായിട്ട് ഫ്രൈ ആവണ്ട, ഒരു മീഡിയം ലെവലിൽ മതി. ഓവറായിട്ട് കുറും വെക്കേണ്ട. നമുക്കൊന്ന് കടിച്ചാൽ കുറച്ച് മാംസം കിട്ടുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഈ സവളിലേക്ക് കുറച്ചധികം പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ വീട്ടിലുണ്ടായിരുന്ന പച്ചമുളക് ആയതുകൊണ്ട് യൂസ് ചെയ്തിരുന്നത്. അതായിരുന്നെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളക്, നല്ല മണമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ ഒരു കൂത്ത് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ മുളകിനും വയസ്സായി കഴിഞ്ഞു. അതുകൊണ്ട് ഒന്നും പുതിയതായിട്ടൊന്നും വരണില്ല. അപ്പം അച്ഛനോടും അമ്മേനോടൊക്കെ ഞങ്ങൾ പറയുന്നു വേറെ വെച്ചുണ്ടാക്കണം എന്നൊക്കെ പറയായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യാനുസരണം ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റണ്ട, ഒരു
ചെറിയൊരു കടിപ്പരിവം ആ ഒരു രീതിയിൽ വഴറ്റുക. അപ്പോഴേക്കും ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എന്തോ നോക്കുകയാണ്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങാണെങ്കിൽ പൊട്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാതും നോർമൽ ആവശ്യത്തിനുള്ള കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തോലളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ചേച്ചിയും എന്താ പറയുക, അതിനിടയ്ക്ക് കറണ്ട് ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ കൂടിയും പാറുവിന് എന്തായാലും മസാല ദോശ അല്ലെങ്കിൽ ദോശ ഇഡ്ഡലിയൊക്കെ ആയാലും അവൾക്ക് എന്തായാലും ചമ്മന്തി വേണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുമായിരുന്നു പൂവില്ല, പോയും വരവല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും പോവില്ലെന്ന്. അപ്പം അങ്ങനെ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാലയും കോളിഫ്ലവറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒതുക്കി തുടങ്ങട്ടെ, അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ കുറേ ഹെവി ആയിട്ട് ഉണ്ടാവും നമുക്ക് ഒതുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കിങ്ങനെയാട്ടാ അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതങ്ങോട്ട് ക്ലിയർ ആക്കി ഇടാം. ഫുള്ള് ക്ലിയർ ആക്കി ഇടാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും വൃത്തിക്ക് കിടന്നോട്ടെ വിചാരിച്ചിട്ട് അത് അങ്ങോട്ട് തുടച്ചിടും. ഇനി നമുക്ക് തക്കാളി ചട്നിയിലേക്കുള്ള സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ തക്കാളിയും അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് വഴറ്റുന്നത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയൊക്കെ ഒരുമിച്ച് ഏകദേശം വാട്ടാവുമ്പോൾ നമ്മൾ എടുത്ത് താഴ്ത്തിക്ക് വെച്ചിട്ട് ചീഞ്ചട്ടി താഴ്ത്തി വെച്ചിട്ട് അതൊന്ന് ചൂടാറാൻ വെക്കുക. കാരണം മിക്സിയിലിട്ട് അടിക്കേണ്ടതല്ലേ. അപ്പം നമ്മുടെ എല്ലാ പരിപാടികളും അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ തക്കാളി വാട്ടേ വേണ്ടുള്ളൂ. ചമ്മന്തി പൊടിക്കാനായിട്ട് ചേച്ചിയാണെങ്കിൽ പാകം പൊടിക്കാൻ 5 ആണെങ്കിൽ എല്ലാവരും പറഞ്ഞ 5 വിളിച്ചാൽ ശ്രമിക്കാം. ചിലപ്പോൾ ചേച്ചി വരും, ചിലപ്പോൾ കഞ്ചു വരും. അതുകൊണ്ടാണ്, അല്ലാണ്ട് വയസ്സിൻ്റെ എന്താ പറയുക 5 മാസം താഴെയാണെങ്കിലും ചേച്ചി അതിശയിപ്പിക്കുന്നില്ല, ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നു പോകുന്നതാണ്. പിന്നെന്താ, പിന്നെ എനിക്ക് 2 പേർക്കും സുഖമില്ല, എന്തൊക്കെയോ വയ്യ, എനിക്കിരിക്കാൻ പറ്റില്ല, ഇവിടെയൊക്കെ വേദന എടുക്കണം. പിന്നെ പല പിള്ളേരുള്ള അമ്മമാരായതുകൊണ്ട് അവർക്ക് റെസ്റ്റും സംഭവങ്ങളും ഒന്നും ഉണ്ടാവില്ല. അവരെ നമ്മൾ മേച്ചോട് നടക്കണം. അപ്പം ഇവിടെ നിങ്ങൾക്ക് പറയണ്ടല്ല, ഞങ്ങൾക്ക് ആർക്ക് വയ്യാണ്ടായാലും ഒരു രക്ഷയില്ല. നമുക്ക് ഈ പറഞ്ഞ 4 പിള്ളേരായതുകൊണ്ട് അവരെ കാര്യം എന്തായാലും പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് പറ്റില്ല. ഡോക്ടറെ കാണിക്കുന്ന 2 ദിവസമായി തുടങ്ങിയിരിക്കണം. മരുന്ന് കഴിച്ചാൽ മാമ കഴിച്ചിട്ട് വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഡോക്ടറെ കാണിക്കണം. എൻ്റെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ചമ്മന്തിക്ക് ചെറിയ ഉള്ളി ഉണ്ടാക്കുക. ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് അതിൽ മിക്സിക്ക് ഇട്ടാൽ തക്കാളി ഡയറക്റ്റ് മിക്സിക്ക് ഇടും. കുറച്ച് സ്വർക്ക, പിന്നെ വലിയ മുളകില്ലേ, വലിയ ഉണക്കമുളക്, ഇതും കൂടി ഇട്ടിട്ടാണ് അടിച്ചെടുക്കുക കേട്ടോ. ഒരു മിനിറ്റ്. ഈ ദോശ ഇപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പാറൂസിനെ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. കാരണം അവൾ സ്കൂളിൽ പോകുമ്പോൾ ലഞ്ചായിട്ട് വെച്ചെടുക്കുന്നത് കുട്ടി ദോശയായിട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, ചെറിയ ദോശയായിട്ടോ. അല്ലാതെ ഇതേപോലെ ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ കഴിക്കില്ല, ഇങ്ങനെ പിച്ചെടുത്തിട്ടൊന്നും കഴിക്കില്ല. അതേസമയം നമ്മുടെ കാശുക്കുട്ടനാണെങ്കിൽ സ്വന്തമായിട്ട് പിച്ചെടുത്തൊക്കെ കഴിക്കും. ഞാനിങ്ങനെ കുറേ റീൽസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ബേബീസിന് നമ്മൾ എപ്പോഴും ഇങ്ങനെ വാരി കൊടുക്കും, രണ്ടാമത്തെ കുട്ടികൾക്ക് അവർ സ്വന്തമായിട്ട് കഴിക്കും. എനിക്കറിയില്ല, നമുക്ക് ഒരുമിച്ചുണ്ടായ രണ്ടിനത്തിനും ഞാൻ വാരി കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ പാറുകുട്ടിക്കുള്ള കുട്ടി ദോശ അവിടെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് മരുന്ന് കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിച്ചിട്ട് വേണമല്ലോ, അകത്തേക്ക് എന്തെങ്കിലും പോയിട്ട് വേണ്ട മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ശരീരമൊക്കെ ഇങ്ങനെ തളർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഡെലിവറി കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഈ മാതിരി വയ്യായകൾക്കൊക്കെ അടിമപ്പെട്ടത്. അല്ലെങ്കിൽ ഓക്കെ ആയിരുന്നു, ആ ഒരു സമയം വരെ ഇടയ്ക്കിടയ്ക്ക് വല്ല തുമ്മലോ ജലദോഷമായിട്ട് വന്നു പോയിരുന്നുള്ളൂ. പക്ഷേ ഡെലിവറി കഴിഞ്ഞൊരു കൊല്ലം ആയിട്ടുള്ളൂ എനിക്കിങ്ങനെ വയ്യായകളൊക്കെ വരാൻ തുടങ്ങിയത്. കാരണം എനിക്ക് ആവത് കുറവിൻ്റെയാന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ക്ഷീണിക്കും, എനിക്ക് ഒട്ടും ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത പോലൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ പാറക്കുട്ടൻ ഏകദേശം എല്ലാം റെഡിയായിട്ട് യൂണിഫോമും മുടിയും ഒക്കെ കെട്ടിക്കഴിഞ്ഞു. അവൾക്ക് ഇതേ ഉണ്ടാക്കി കൊടുത്ത ദോശ അവളിതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കുട്ടിയായിട്ട് ഭാഗ്യം. നോക്കട്ടെ, എന്നിട്ട് കളിച്ചേ, നോക്കട്ടെ പാറുട്ടാ, കളിച്ചല്ലേ അനുസരിച്ച്. ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാട്ടാ. കാരണം വയ്യാത്തോണ്ട് എനിക്കതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും നമ്മുടെ ടിഫിൻ പാക്ക് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല.
കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ സോസും എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ദോശ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പ് ദോശ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. കാരണം ഇനി അത് വെച്ച് കൊടുത്തിട്ട് ഇനി കരിഞ്ഞു എന്ന് പണ്ട് ചിലപ്പോൾ അങ്ങനെ തന്നെ തിരിച്ചുകൊണ്ട് വരും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച് അത് മാറ്റി വേറെ ചുട്ടിട്ടുണ്ട്, നമുക്കായാലും കഴിക്കാമല്ലോ. പിന്നെ ഈ ചമ്മന്തിയുടെ കേസാണെങ്കിൽ ശരിക്കും കറണ്ട് പോയി. ഈ ചമ്മന്തിനി നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ അമ്മായിയുടെ വീട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് അവൾക്ക് ആ പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. കാരണം അവൾ കഴിക്കില്ല. നമ്മൾ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ അത് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ അതേ ഞാനിപ്പോൾ എന്തായാലും ദോശ എടുത്തിട്ടുണ്ട്. അവളതേ ചേട്ടൻ ഷൂസൊക്കെ ഇട്ട് റെഡി ആക്കാൻ പോകണം. ഞാൻ ദോശ കഴിക്കാൻ കാരണം വേഗം മരുന്ന് കഴിക്കട്ടെ, അതായത് ബാഡി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പിള്ളേർക്കും കൊടുക്കട്ടെ. ഈ ഒരു സമയത്താണെങ്കിൽ അവർക്ക് കറക്റ്റ് അറിയാം. അമ്മയ്ക്കും ആർക്കെങ്കിലും വയ്യാത്തൊരു സമയമാണെങ്കിൽ കൂടുതൽ കുറുമ്പുണ്ടാക്കണം, ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല എന്ന് കരാറെടുത്തിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ദോശയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഞാൻ ദോശ ഭയങ്കരമായിട്ട് മൊരിയിച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. കറുന്ന് വെച്ച് തിന്നാനിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടും ഒട്ടും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കറിയാം നമുക്ക് വയ്യല്ലോ, നമ്മുടെ പിള്ളേർ പിന്നെ അങ്ങനെയാണ്, എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതാണ് പാറൂസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ, പിടിക്കണം എന്നൊക്കെ. പക്ഷേങ്കിൽ പറ്റിയില്ല. അതിന് പറ്റിയൊരു എന്താ പറയുക ദിവസമായിരുന്നില്ല എൻ്റെ. ഇതിപ്പോൾ വയ്യായ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായി, പോവും വരൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ശരിക്കും പിടിയാലെ പിടിച്ചു. കഴിഞ്ഞ ദിവസം പോയുള്ളൂ. ഭയങ്കര പനിയായിരുന്നു. മറ്റേ 102 ഡിഗ്രി പനി. അവിടെ എത്തിയപ്പോൾ എന്നോട് പനി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും ചുമ്മാ ടെമ്പറേച്ചർ നോക്കുന്ന സംഭവം വെച്ച് നോക്കിയപ്പോഴാണ് നല്ല പനിയുണ്ട്, 102 ഡിഗ്രി പനി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ അടിക്കണമെന്ന് ചോദിച്ചു. വേണ്ട, മാറിക്കോളും. അങ്ങനെ ഇപ്പോഴത്തെ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ച് ഒന്ന് കുറവായിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. വേഗം പോവാ നോക്ക് പറു. ചില സ്കോപ്പായിരുന്നു. അമ്മ റെഡി ആയിക്കോളാൻ പറയണ്ട. ഞാനിപ്പോ കുളി അമ്മായി പോയി ആണോ. അങ്ങനെ നമ്മുടെ പാർക്കുട്ടി ടാറ്റ പറയാൻ പോവാണ്. അങ്ങനെ പ്രത്യേകിച്ച് മടിയൊന്നും ഉണ്ടാവാറില്ലേ പോണ സമയത്ത്. പിന്നെ കുറേ ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അന്നത്തെ ദിവസം സ്കൂൾ എത്തണ വരെ ചെറിയൊരു മടിയുണ്ട്. അതായത് രാവിലെ എണീക്കേണ്ടതായിട്ടുള്ളൊരു സംഭവത്തിൻ്റെ പേരിൽ മാത്രം. അല്ലെങ്കിൽ സ്കൂൾ കണ്ടു കഴിഞ്ഞാൽ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് ഭാഗ്യം. അപ്പോൾ ഞങ്ങൾ പറയും നമ്മുടെ ഈ ബാക്കിയുള്ള 3 സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരിക്കുമോ എന്തോന്ന്. ഇപ്പോൾ ഗൈസ് കണ്ടല്ലോ, ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു മോർണിംഗ് കാഴ്ചകൾ. എനിക്ക് ആ വീഡിയോ കുറച്ചും കൂടി നന്നായിട്ട് എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ആഗ്രഹം മാത്രമായിപ്പോയി. വയ്യാത്തതിൻ്റെ ഒരു സീൻ പെട്ടെന്നത് ഹെവി ആയിപ്പോയി. അതായത് രാവിലെ എണീറ്റപ്പോൾ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ സമയം കഴിയുന്തോറും ഒട്ടും വയ്യായ ഇങ്ങനെ വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആക്കിയാണ്. ഞാനത് ടിഫിനായിട്ട് ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ പൊട്ടറ്റോ ഫ്രൈ ചെയ്യണം, കുറച്ചിങ്ങനെ വെറൈറ്റി ഒക്കെ ആയിട്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ടെന്നൊക്കെ വിചാരിച്ചാൽ. പിന്നെ ഒരു ചട്നി കൂടെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, തേങ്ങ ചട്നി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. അല്ലെങ്കിൽ ബീട്രൂട്ട് ചട്നി എന്നിട്ട് പുതിയ റെസിപ്പി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേങ്കിൽ നടന്നില്ല. അവസാനമായപ്പോഴേക്കും എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയായി. ക്രാവിനെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കാം അത്ര വിചാരിച്ചുള്ളൂ. കാരണം ഒന്നാമത് അഞ്ചുനും വയ്യാതിരിക്കുകയാണ്, അച്ഛനും അമ്മയും വീട്ടിലില്ല. ചേട്ടനും വയ്യാണ്ടിരിക്കുകയായിരുന്നു. നീൽ ചേട്ടനാണെങ്കിൽ വയ്യായി ഒന്ന് മാറിയിട്ട് വരണുള്ളൂ. പക്ഷേങ്കിലും വൈകിട്ടും കൂടി തുമ്മലിൻ്റെ ഗുളിയൊക്കെ വെച്ചിട്ടാണ് കിടന്നിരുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു. എന്തായാലും ഓക്കെ, ഇനി വരും അടുത്തൊരു ടിഫിൻ ആൻഡ് ലഞ്ചിൽ അടിപൊളിയായിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും എന്തായാലും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.